ആന്ത്രോപിക് എന്ന കമ്പനി ബിൽഡ് ചെയ്ത ഒരു AI അസിസ്റ്റൻ്റാണ് ക്ലോഡ്. റൈറ്റിംഗ്, കോഡിംഗ്, കോഡ് റിവ്യൂ, ഫയൽ അനാലിസിസ് എന്നിങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകൾ ചെയ്യുവാൻ ഇന്ന് ക്ലോഡിന് സാധിക്കും. ഇത്തരം ടാസ്കുകൾ ചെയ്യാൻ കഴിവുള്ള ഡിഫറെൻറ്റ് മോഡൽസും ക്ലോഡിന് അവൈലബിൾ ആണ്. ഒരു ജനറൽ ചാറ്റ്ബോട്ട് എന്നതിന് ഉപരി ഏജൻറ്റിക് വർക്ക്ഫ്ലോസ് ചെയ്യുവാനും ഏജൻറ്റ്സ് ബിൽഡ് ചെയ്യുവാനും ക്ലോഡ് യൂസ് ചെയ്ത് സാധിക്കും. ഇത്തരം വർക്ക്ഫ്ലോസ് ബിൽഡ് ചെയ്യുവാൻ ക്ലോഡിനെ സഹായിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവയിൽ പ്രധാനപ്പെട്ടവയാണ് സ്കിൽസ്, പ്ലഗിൻസ്, കണക്റ്റേഴ്സ് എന്നിവ. ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, സ്കിൽസ്. എന്താണ് സ്കിൽസ്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ക്ലൗഡ് യൂസ് ചെയ്ത് നമ്മൾ കോഡ് റിവ്യൂ ചെയ്യുന്നു എന്ന് കരുതുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ റെപ്പോയുടെ ലിങ്ക് കൊടുക്കുന്നു. ദെൻ എങ്ങനെയാണ് കോഡ് റിവ്യൂ ചെയ്യേണ്ടത് എന്ന് പ്രോംപ്റ്റ് കൊടുക്കുന്നു. കോഡിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ചും പെർഫോമൻസ് എന്നിവയെക്കുറിച്ചുമെല്ലാം സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുന്നു. ഈ ഒരു പ്രോംപ്റ്റിനനുസരിച്ച് ക്ലോഡ് ആ ഒരു കോഡ് റിവ്യൂ ചെയ്യുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. ഇനി വീണ്ടും നമ്മൾ കോഡ് റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ പ്രോംപ്റ്റ് തന്നെയായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. റെപ്പോയുടെ ലിങ്ക് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ആൾറെഡി പറഞ്ഞ കോഡിംഗ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ചുമെല്ലാം ഇതേ പ്രോംപ്റ്റിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ഈ ഒരു ടാസ്കിന് വേണ്ടി മാത്രമല്ല, ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനും എല്ലാ ടാസ്കുകൾക്കും സെയിം പ്രോംപ്റ്റ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ API ഡോക്യുമെൻറ്റേഷൻ, ഡോക്കർ ഫയൽ ജനറേഷൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് റൈറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങി റിപ്പീറ്റബിൾ ആയിട്ടുള്ള എല്ലാ ടാസ്കുകൾക്കും സെയിം പ്രോംപ്റ്റ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒഴിവാക്കുന്നതിനാണ് സ്കിൽസ് യൂസ് ചെയ്യുന്നത്. ഒരു സ്കിൽ എന്നത് ഒരു പർട്ടിക്കുലർ ടാസ്ക് എങ്ങനെ ചെയ്യണമെന്ന് ക്ലോഡിനെ പഠിപ്പിക്കുന്ന റീയൂസബിൾ ഇൻസ്ട്രക്ഷൻ. റിപ്പീറ്റബിളായ പ്രോംപ്റ്റിനെ അല്ലെങ്കിൽ റിപ്പീറ്റബിളായ കോണ്ടെക്സ്റ്റിനെ സ്കില്ലിലേക്ക് മാറ്റുകയും നെക്സ്റ്റ് ടൈം ഈ ഒരു സ്കില്ല് യൂസ് ചെയ്ത് ആ ഒരു ടാസ്ക് ചെയ്യുവാൻ സാധിക്കും. സ്കിൽസ് പ്രധാനമായും രണ്ട് തരത്തിലാണുള്ളത്: ആന്ത്രോപിക് സ്കിൽസ് ആൻഡ് കസ്റ്റം സ്കിൽസ്. ആന്ത്രോപിക് എന്ന കമ്പനി തന്നെ ബിൽഡ് ചെയ്യുന്ന സ്കിൽസാണ് ആന്ത്രോപിക് സ്കിൽസ്. കസ്റ്റം സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബിൽഡ് ചെയ്യുന്ന സ്കിൽസാണ് കസ്റ്റം സ്കിൽസ്. സ്കില്ല് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലോഡ് ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യുക. ഫയൽസ്, സെറ്റിംഗ്സ്, സ്കിൽസ് എന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ബ്രൗസ് എന്നൊരു ഓപ്ഷൻ കാണാം. ആൾറെഡി അവൈലബിൾ ആയ സ്കിൽസ് ഇവിടെ നിന്നും ബ്രൗസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ക്ലോഡിൻ്റെ വെബ്സൈറ്റ് വെർഷൻ ആണെങ്കിൽ കസ്റ്റമൈസ് എന്നൊരു ടാബ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. ഇനി സ്കിൽ സ്വന്തമായി ബിൽഡ് ചെയ്യുന്നതിന് ഇവിടെ ആഡ് എന്നൊരു ബട്ടൺ കാണാം. ഇവിടെ 3 മെത്തേഡ് യൂസ് ചെയ്ത് സ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ, യൂസിങ് ക്ലോഡ്. ക്ലോഡ് യൂസ് ചെയ്ത് തന്നെ ക്ലോഡിന് വേണ്ടി സ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിന് ക്ലോഡിനെ സഹായിക്കുന്നത് ക്രിയേറ്റ് സ്കിൽ എന്നൊരു സ്കില്ലാണ്. ഇത് ആൾറെഡി ക്ലോഡിൽ തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു സ്കില്ല് യൂസ് ചെയ്ത് ഡയറക്റ്റായി ചാറ്റ് ചെയ്ത് ഒരു പുതിയ സ്കില്ല് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, റൈറ്റ് സ്കിൽ ഇൻസ്ട്രക്ഷൻ. ഇവിടെ നമുക്ക് സ്കിൽ നെയിം കൊടുക്കാം. ദെൻ സ്കിൽ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഇൻസ്ട്രക്ഷൻസ് ആണ് സ്കില്ലിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഒരു സ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എന്താണ് അതിൻ്റെ പ്രൈമറി ഗോൾ, എന്തൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയെല്ലാം മെൻഷൻ ചെയ്യുന്നത് ഈ ഒരു ഇൻസ്ട്രക്ഷൻസിലാണ്. സോ ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. ഇതൊരു സാമ്പിൾ ഇൻസ്ട്രക്ഷൻ ആണ്. ഓൺസ് ദീസ് നെയിം, ഡിസ്ക്രിപ്ഷൻ, ഇൻസ്ട്രക്ഷൻ ഇവ ആഡ് ചെയ്ത് സേവ് ചെയ്താൽ സ്കിൽ ക്രിയേറ്റ് ആവുന്നതാണ്. സ്കിൽ ആഡ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മെത്തേഡാണ് സ്കിൽ അപ്ലോഡ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്കില്ല് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സിപ്പ് ഫയലായിട്ടാണ് സ്കിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ഫോൾഡറിൽ skill.md എന്നൊരു മാർക്ക് ഡൗൺ ഫയൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ഫയലിലാണ് സ്കില്ലിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ എല്ലാം റൈറ്റ് ചെയ്യുന്നത്. ഈ ഫയലിനെ കൂടാതെ അഡീഷണൽ റിസോഴ്സസ് ആൻഡ് ഫയൽസ് ആഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് വരേണ്ടത്, അതിൻ്റെ ഒരു എക്സാമ്പിൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇവയും ആഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ skill.md എന്ന ഫയൽ നിർബന്ധമായും ആഡ് ചെയ്യേണ്ട ഫയലാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സ്കിൽ ഫോൾഡറിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഈ ഒരു ഫോൾഡറിനെ സിപ്പ് ഫോർമാറ്റിലേക്ക് കംപ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇൻസ്റ്റാൾ ചെയ്ത സ്കിൽസ് യൂസ് ചെയ്യുന്നതിന് ചാറ്റ് വിൻഡോയിൽ / കൊടുത്താൽ അവൈലബിൾ ആയ എല്ലാ സ്കിൽസും ലിസ്റ്റ് ചെയ്യുന്നതായി കാണാം. ഇവിടെ സ്കിൽ സെലക്ട് ചെയ്ത് പ്രോംപ്റ്റ് കൊടുത്താൽ കറസ്പോണ്ടിങ് സ്കിൽ അനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി എന്താണ് കണക്റ്റേഴ്സ്? ക്ലൗഡിന് പുറത്തുള്ള ആപ്ലിക്കേഷൻസിലെ ഡേറ്റ അസസ് ചെയ്യുവാൻ സഹായിക്കുന്ന ക്ലൗഡിൻ്റെ ഫീച്ചറാണ് കണക്റ്റേഴ്സ്. ഉദാഹരണത്തിന്
ഗൂഗിൾ ഡ്രൈവ്, സ്ലാക്ക്, നോഷൻ, ജിമെയിൽ ഇതുപോലെയുള്ള സർവീസിനെ അക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കണക്റ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലെ ലേറ്റസ്റ്റ് ഇമെയിൽ ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ക്ലോഡിനോട് ആവശ്യപ്പെടുന്നു എന്ന് കരുതുക. ഇവിടെ ക്ലോഡ് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ ജിമെയിലിലേക്ക് തനിക്ക് അക്സസ് ഇല്ല എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് പ്രോപ്പർ റിപ്ലൈ തരാൻ കഴിയില്ല. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ഫയൽ അക്സസ് ചെയ്യുവാനോ റീഡ് ചെയ്യാനോ ആവശ്യപ്പെട്ടാൽ അതിലേക്കും അക്സസ് ഇല്ല എന്നതായിരിക്കും മറുപടി. സോ കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഡേറ്റയെ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ, ഔട്ട്ലുക്ക്, കലണ്ടർ, ഗിറ്റ്ഹബ്, സ്ലാക്ക് ഇത്തരത്തിലുള്ള സർവീസിലേക്ക് ഡയറക്റ്റ് അക്സസ് ഇല്ലാത്തതുകൊണ്ട് കണക്റ്റേഴ്സ് യൂസ് ചെയ്ത് ഡേറ്റ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ പെർമിഷൻ അഥവാ അക്സസ് എന്ന് പറയുമ്പോൾ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമേ മോസ്റ്റ്ലി ഉണ്ടായിരിക്കുകയുള്ളൂ. ഫയൽസ് ചേഞ്ച് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ മറ്റൊരു തരത്തിലുള്ള ഡേറ്റ ചേഞ്ച് ചെയ്യാനോ പാടില്ല. ഒരു കണക്ടർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള പെർമിഷൻസ് ആണ്. സോ കണക്റ്റേഴ്സിൻ്റെ പെർമിഷൻസ് നോക്കി മാത്രമേ അവ യൂസ് ചെയ്യാവൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്റ്റേഴ്സ് കറൻ്റ്ലി അവൈലബിൾ ആണ്. കണക്റ്റേഴ്സ് ലിസ്റ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും കണക്റ്റേഴ്സ് എന്ന സെക്ഷനിൽ സെർച്ച് ചെയ്താൽ മതിയാകും. ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, സ്ലാക്ക്, ഗിറ്റ്ഹബ് അങ്ങനെ തുടങ്ങി ഒരുപാട് കണക്റ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. സോ ബേസിക്കലി നിങ്ങളുടെ ഡേറ്റ റീഡ് ചെയ്യാനും വ്യൂ ചെയ്യാനുമുള്ള പെർമിഷനാണ് ഇത്തരം കണക്റ്റേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നത്. ഒരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ അക്സസ് ചെയ്യേണ്ടി വരും. സോ ഇത്തരത്തിലുള്ള കണക്റ്റേഴ്സും ആ സമയം യൂസ് ചെയ്യേണ്ടി വരും. ഇനി എന്താണ് പ്ലഗിൻസ്? അഡ്വാൻസ്ഡ് ഫങ്ഷനാലിറ്റീസ് നൽകാൻ ഹെൽപ്പുള്ളവയാണ് പ്ലഗിൻസ്. എ പ്ലഗിൻ ഈസ് എ പാക്കേജ് ദാറ്റ് ആഡ്സ് ന്യൂ ക്യാപ്പബിലിറ്റീസ് ടു ക്ലോഡ്. അതായത് ഒരു വലിയ ടാസ്ക് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സബ് ടാസ്കുകളുടെയും ഒരു പാക്കേജാണ് പ്ലഗിൻ. ഒരു പ്ലഗിനിൽ നമുക്ക് സ്കിൽസ് ആഡ് ചെയ്യാം, ഏജൻറ്റ്സ് ആഡ് ചെയ്യാം, MCP സെർവർ ആഡ് ചെയ്യാം, ഹൂക്സ് ആഡ് ചെയ്യാം, കമാൻഡ്സ് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മെയിൻ ടാസ്കിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അവയെല്ലാം പ്ലഗിൻസിൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഗിറ്റ്ഹബിലെ കോഡ് മാനേജ് ചെയ്യാൻ ഒരു പ്ലഗിൻ ബിൽഡ് ചെയ്യുന്നു എന്ന് കരുതുക. ഇതിനു വേണ്ടി സ്കിൽസ് വേണ്ടിവരും, MCP സെർവർ വേണ്ടിവരും, ഹൂക്സ് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ സ്കിൽസ് യൂസ് ചെയ്യുന്നത് പുൾ റിക്വസ്റ്റ് റിവ്യൂ ചെയ്യുന്നതിനും ഇഷ്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുമാണ്. MCP സെർവർ യൂസ് ചെയ്യുന്നത് പുൾ റിക്വസ്റ്റ് ഇടുന്നതിനും കമ്മിറ്റ് ചെയ്യുന്നതിനും മെർജ് ചെയ്യുന്നതിനുമാണ്. ഒരു പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് കോഡ് ഫോർമാറ്റ് ചെയ്യുന്നതിനും യൂണിറ്റ് ടെസ്റ്റ് റൺ ചെയ്യുന്നതിനുമാണ് ഹൂക്സ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഗിറ്റ്ഹബിൻ്റെ കംപ്ലീറ്റ് ടാസ്കുകളും ചെയ്യുവാൻ ഒരു പ്ലഗിനിലൂടെ സാധിക്കും. സോ ബേസിക്കലി ഓരോ ടാസ്കിനും സെപ്പറേറ്റ് സ്കിൽ ഓർ സെപ്പറേറ്റ് MCP സെർവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവയെല്ലാം ഒരു സിംഗിൾ പാക്കേജായി പ്ലഗിനായി യൂസ് ചെയ്യാൻ സാധിക്കും. പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പ്ലഗിൻസ് എന്ന സെക്ഷനിലേക്ക് പോവുക. ഇവിടെ നമുക്ക് പുതിയ പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇവിടെ ആന്ത്രോപിക് ബിൽഡ് ചെയ്ത പ്ലഗിൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി പ്ലഗിൻസും അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യമനുസരിച്ചുള്ള പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലഗിൻ മാനുവലി അപ്ലോഡ് ചെയ്യുന്നതിന് ഇവിടെ ഒരു അപ്ലോഡ് ബട്ടൺ കാണാം. ഇവിടെ നിന്നും നമ്മുടെ ലോക്കൽ പ്ലഗിൻസ് അപ്ലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏതൊക്കെ പെർമിഷൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിച്ച് വേണം പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ. ആവശ്യമുള്ള പെർമിഷൻസ് മാത്രം സെറ്റ് ചെയ്ത് പ്ലഗിൻസ് യൂസ് ചെയ്യുക. സോ ഇൻ സമ്മറി, സ്കിൽസ് യൂസ് ചെയ്യുന്നത് റിപ്പീറ്റബിൾ ആയ ടാസ്കുകൾ മാനേജ് ചെയ്യുന്നതിനാണ്. കണക്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡേറ്റ കണക്ട് ചെയ്യുന്നതിനാണ്. പ്ലഗിൻ എന്നത് മൾട്ടിപ്പിൾ ടൂൾസ് അടങ്ങിയ ഒരു പാക്കേജാണ്. സോ ഇവയെക്കുറിച്ചൊരു ഐഡിയ കിട്ടി എന്ന് കരുതുന്നു. So that's all for today's video. Thank you for watching and see you in the next video.